വെനസ്വേലയുടെ മണ്ണിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വർഷിച്ച ബോംബുകളുടെ പുകയടങ്ങുന്നതിന് മുൻപേ ആ രാജ്യം അതിന്റെ അതിജീവനത്തിന്റെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. ജനുവരി ആദ്യവാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ട ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന സൈനിക നീക്കത്തിലൂടെ നിക്കോളാസ് മഡൂറോ തടവിലാക്കപ്പെട്ടെങ്കിലും വെനസ്വേല തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഡെൽസി റോഡ്രിഗസ് നയതന്ത്ര പോരാട്ടത്തിൽ പുതിയൊരു ചരിത്രം കുറിച്ചിരിക്കുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ കടന്നുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അവർ തകർന്നടിഞ്ഞ പ്രതിരോധ സംവിധാനങ്ങൾക്കിടയിൽ നിന്ന് രാജ്യത്തിന്റെ ആത്മവീര്യം വീണ്ടെടുക്കുകയാണ്. ക്യൂബൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ രക്തസാക്ഷിത്വം ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കയ്ക്കെതിരായ വലിയൊരു ഐക്യദാർഢ്യത്തിന് തീ പടർത്തിയിരിക്കുന്നു. മഡൂറോയെ തടവിലാക്കിയതിലൂടെ ഞങ്ങളുടെ ഊർജ്ജ സമ്പത്തിനെ വരുതിയിലാക്കാമെന്ന അമേരിക്കയുടെ മോഹം അസ്ഥാനത്താണ്. റോഡ്രിഗസിന്റെ ഈ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് ക്രിസോപ്പിഗിലേഡി എന്ന ഭീമൻ കപ്പൽ അമേരിക്കൻ തീരങ്ങളിലേക്ക് നങ്കൂരമുയർത്തി. ഇത് വെറും ഒരു ചരക്ക് നീക്കമല്ല, മറിച്ച് അധിനിവേശ ശക്തികളുടെ ഉപരോധങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് വെനസ്വേലൻ മണ്ണ് ഉയർത്തുന്ന പ്രതിഷേധത്തിന്റെ ആദ്യത്തെ തന്മാത്രയാണ്. അമേരിക്കയിലെ ഇന്ധനവില കുറയ്ക്കാൻ വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് കൈക്കലാക്കുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി എണ്ണ കമ്പനികളുമായി അദ്ദേഹം രഹസ്യ ചർച്ചകൾ നടത്തി. എന്നാൽ തന്റെ രാജ്യം ആരുടെയും കോളനിയല്ലെന്ന് റോഡ്രിഗസ് ആവർത്തിക്കുന്നു. വെനസ്വേലയെ ആക്രമിക്കുന്നവർ അമേരിക്കയിൽ ഇരുന്നാൽ മതി, ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന കടുത്ത ഭാഷയിലാണ് അവർ പ്രതികരിച്ചത്. എണ്ണ ഉൽപാദനത്തിൽ വിദേശ പങ്കാളിത്തം അനുവദിക്കുമ്പോഴും അതിന്റെ നിയന്ത്രണം വെനസ്വേലയുടെ കൈകളിൽ തന്നെയായിരിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. നിക്കോളാസ് മഡൂറോ അമേരിക്കൻ കോടതിയിൽ വിചാരണ നേരിടുമ്പോഴും വെനസ്വേലയുടെ പോരാട്ടം അവസാനിക്കുന്നില്ല. അധികാരങ്ങൾ പിടിച്ചെടുക്കാൻ സൈനിക ശക്തിക്ക് കഴിഞ്ഞേക്കാം, എന്നാൽ ഒരു ജനതയുടെ അതിജീവനത്തെ അടിച്ചമർത്തുക അസാധ്യമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള രാഷ്ട്രീയ ചതുരംഗക്കളത്തിൽ ആര് ജയിക്കുമെന്ന് ആഗോള എണ്ണ വിപണിയുടെ ഗതി നിർണ്ണയിക്കും. വെനസ്വേലയുടെ മണ്ണിൽ നിന്ന് ഉയരുന്ന ഇന്ധനഗന്ധം ഒരു പുതിയ സാമ്പത്തിക ഉദയത്തിന്റെ കാഹളമാണ്.